സങ്കീർത്തനങ്ങൾ 5-ാം പുസ്തകം അധ്യായം 107. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ആവിനെ സ്തോത്രം ചെയ്യുവിൻ, എന്തെന്നാൽ താൻ നല്ലവനും തൻ്റെ കൃപ ശാശ്വതവുമാകുന്നു. ഞെരുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് താൻ രക്ഷിച്ചു എന്ന് കർത്താവിനാൽ രക്ഷപ്പെട്ടവർ പറയട്ടെ. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും സമുദ്രത്തിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും താൻ അവരെ കൂട്ടിച്ചേർത്തു. വിജനപ്രദേശത്ത് അവർ അലഞ്ഞു നടന്നു. വസിപ്പാൻ തക്ക പട്ടണത്തിലേക്കുള്ള വഴി അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു. അവരുടെ ജീവൻ തളർന്നുപോയി. അവർ അവരുടെ ആപത്തിൽ കർത്താവിനോട് അപേക്ഷിച്ചു. താൻ അവരെ ദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു. വസിപ്പാൻ നഗരങ്ങളിലേക്ക് പോകുവാനുള്ള നേർവഴിയിൽ അവരെ നടത്തി. മനുഷ്യരോട് കരുണ കാണിക്കുന്ന കർത്താവിനെ തൻ്റെ പുണ്യവാന്മാർ സ്തോത്രം ചെയ്യട്ടെ. എന്തെന്നാൽ ആഗ്രഹിക്കുന്നവർക്ക് താൻ തൃപ്തി വരുത്തി. വിശപ്പുള്ള ആത്മാവിന് സമ്പൂർണത വരുത്തി. അവർ അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്നു. ദാരിദ്ര്യത്താലും ഇരുമ്പു ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടിരുന്നു. അവർ ദൈവവചനത്തോട് മത്സരിച്ചു. അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചു. അവരുടെ ഹൃദയത്തെ അധ്വാനത്താൽ താൻ തകർത്തു. അവർ ക്ഷീണിച്ചപ്പോൾ അവരെ സഹായിപ്പാൻ ആരുമുണ്ടായില്ല. അവർ അവരുടെ ഞെരുക്കത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. താൻ അവരുടെ അനർത്ഥങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. താൻ അന്ധകാരത്തിൽ നിന്നും മരണനിഴലുകളിൽ നിന്നും അവരെ വിടുവിച്ചു. അവരുടെ നുകക്കയറുകളെ മുറിച്ചു കളഞ്ഞു. മനുഷ്യരോട് കരുണ കാണിക്കുന്ന കർത്താവിനെ തൻ്റെ പുണ്യവാന്മാർ സ്തോത്രം ചെയ്യട്ടെ. താൻ പിച്ചള വാതിലുകൾ തകർത്തു. ഇരുമ്പു സാക്ഷാകൾ ഗണ്ണിച്ചു. പാപകർമ്മങ്ങളാലും അകൃത്യത്താലും ക്ഷീണിച്ചവരെ കർത്താവ് സഹായിച്ചു. അവരുടെ പ്രാണൻ സകലവിധ ഭക്ഷണവും വെറുത്തു. മരണവാതുക്കൽ വരെയും എത്തി. അവർ അവരുടെ ഞെരുക്കത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. താൻ അവരുടെ അനർത്ഥങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. താൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി നാശത്തിൽ നിന്ന് അവരെ ഉദ്ധരിച്ചു. മനുഷ്യരോട് കരുണ കാണിച്ച കർത്താവിനെ തൻ്റെ പുണ്യവാന്മാർ സ്തോത്രം ചെയ്യട്ടെ. സ്തുതിയാകുന്ന പൂജകളെ തനിക്ക് പൂജിച്ച് തൻ്റെ അത്ഭുതങ്ങൾ നിമിത്തം തൻ്റെ പ്രവൃത്തികളെ സ്തുതിപ്പിൻ. കപ്പലുകളിൽ സമുദ്രത്തിലേക്ക് ഇറങ്ങുന്നവരും ഏറിയ വെള്ളത്തിൽ കഷ്ടപ്പെടുന്നവരും ഇവർ കർത്താവിൻ്റെ ക്രിയകളെ കണ്ടു. സമുദ്രത്തിൻ്റെ അഗാധങ്ങളിൽ തൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. താൻ കൊടുങ്കാറ്റ് വരുത്തുന്നു. സമുദ്രത്തിലെ തിരമാലകൾ ഉയരുന്നു. അവ ആകാശത്തിലേക്ക് കയറി അഗാധത്തിലേക്ക് ഇറങ്ങുന്നു. അവരുടെ ജീവൻ അവയാൽ തളർന്നു പോകുന്നു. അവർ മദ്യപാനികളെ പോലെ ഇളകിമറിയുന്നു. അവർക്ക് സുബുദ്ധിയുമില്ലാതാകുന്നു. അവർ അവരുടെ ഞെരുക്കത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. താൻ അവരുടെ അനർത്ഥങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. താൻ കൊടുങ്കാറ്റ് ശമിപ്പിക്കുന്നു. സമുദ്രത്തിലെ തിരമാലകളും ശാന്തമാകുന്നു. ശാന്തമായപ്പോൾ അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിക്കുന്ന തുറമുഖത്തേക്ക് താൻ അവരെ കൊണ്ടുപോയി. മനുഷ്യരോട് കരുണ കാണിക്കുന്ന കർത്താവിനെ തൻ്റെ പുണ്യവാന്മാർ സ്തോത്രം ചെയ്യട്ടെ.
ജാതികളുടെ സഭയിൽ തന്നെ സ്തുതിപ്പിൻ. മൂപ്പന്മാരുടെ സിംഹാസനത്തിന്മേൽ തന്നെ മഹത്വപ്പെടുത്തുവിൻ. താൻ നദികളെ മരുഭൂമി പോലെയും ഉണങ്ങിയ നിലത്തെ നീരുറവയായും ആക്കി. നിവാസികളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം താൻ ഫലപുഷ്ടിയുള്ള നിലം ഓർനിലമാക്കി തീർത്തു. മരുഭൂമിയെ ജലത്തടാകമായിട്ടും ഉണങ്ങിയ ഭൂമിയെ നീരോട്ടമുള്ളതായിട്ടും ആക്കി തീർത്തു. താൻ വിശന്നവരെ അവിടെ വസിപ്പിച്ചു. അവർ ഗ്രാമങ്ങൾ പണിത് അവിടെ താമസിച്ചു. വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങളെ നട്ടുണ്ടാക്കുകയും അവയുടെ വിളവിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. താൻ അവരെ വാഴ്ത്തി. അവർ എത്രയും വർദ്ധിച്ചു. അവരുടെ മൃഗജീവികളും കുറവായിരുന്നില്ല. പിന്നെയും അവർ തിന്മയുടെയും ഞെരുക്കത്തിൻ്റെയും ബഹുത്വത്താൽ കുറഞ്ഞു ക്ഷീണിച്ചു പോയി. താൻ പ്രഭുക്കന്മാരുടെ മേൽ കഷ്ടത വരുത്തി. അവരെ അപകട സ്ഥലത്തുഴലുമാറാക്കി. താൻ ദരിദ്രന്മാരെ ബലപ്പെടുത്തി. അവരുടെ ഗോത്രങ്ങളെ ആട്ടിൻകൂട്ടൻ പോലെയാക്കി. നീതിമാന്മാർ കണ്ടു സന്തോഷിപ്പാനും എല്ലാ ധർമ്മികളും അവരുടെ വായി പൊത്തുവാനും തന്നെ ജ്ഞാനമുള്ളവൻ ഇവയെ കരുതി കൊള്ളുകയും കർത്താവിൻ്റെ കരുണയെ അറിയുകയും ചെയ്യട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.